glorious moments. വിശുദ്ധ കുർബാനയുടെ സ്ഥാപക വചനത്തില് നമ്മള് അച്ഛന് ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം. അപ്പൊ ആ പാപമോചനം ഉദ്ദേശിക്കുന്നത് എന്താണ്? പാപമോചനം. പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നമ്മൾ വായിക്കും. അപ്പൊ അവിടെ ഈ പാപമോചനം എന്ന് ഉദ്ദേശിക്കുന്ന ഏത് പാപത്തിന്റെ മോചനം? പാപമോചനം എന്ന് പറയുന്നത് ന്യായപ്രമാണം എന്ന പാപത്തിൽ നിന്നാണ് മോചനം കിട്ടുന്നത്. മനസ്സിലായോ? ന്യായപ്രമാണം പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. പാപത്തിന്റെ ശമ്പളം മരണം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. അപ്പോ ഈ ന്യായപ്രമാണത്തിൽ നിന്ന് ആ ജനത്തിന് മോചനം കിട്ടുകയാണ്. അന്നേരം അത് ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം, ഇനി നമ്മൾ ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവരല്ല. അപ്പൊ നമ്മൾക്ക് ഈ വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും പാപങ്ങൾ അവിടെ മോചിക്കപ്പെടുന്നുണ്ടോ? ഇല്ല. അല്ല, എന്റെ ചോദ്യത്തില് അതാണ് പറഞ്ഞത്. നമ്മുടെ ഏത് പാപമാണ് മോചിക്കപ്പെടുന്നത് നമ്മൾ നോക്കുക. അതല്ല ഇത്രയും നേരം ഞാൻ പറഞ്ഞോണ്ടിരുന്നേ. വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ അത് ഈ പാപമോചനത്തിന് വേണ്ടി ക്രിസ്തുവിന്റെ ചൊരിയപ്പെട്ട രക്തം നമ്മുടെ ഹൃദയങ്ങളിൽ തളിക്കപ്പെടുക എന്ന് പറയുന്നത്. ഇപ്പൊ ഹൃദയങ്ങളിൽ തളിക്കപ്പെടുമ്പോൾ നമുക്ക് ദൈവത്തോടും മറ്റ് സഹോദരന്മാരോടുമുള്ള പകയും പിണക്കവുമാണ് അവിടെ മാറേണ്ടത്. അപ്പൊ ദൈവത്തിന് നമ്മളോടുള്ള പിണക്കം മാറുക എന്നുള്ളതാണ്. അത് ഓർണാന്റെ കളത്തിലാണ് കർത്താവ് ക്രൂശിക്കപ്പെടുന്നത്. ഓർണാന്റെ ബലിക്കളത്തിൽ. സഹോദര സ്നേഹത്തിന്റെ ഒരു പ്രതീകമാണ്. നമുക്ക് സഹോദരന്മാരെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തം എന്ന് പറഞ്ഞാൽ ആബേലിനെ കായനല്ലേ കൊന്നേ. അപ്പം അതാണ് പ്രശ്നം. അതുകൊണ്ട് നമുക്ക് പാപമോചനം എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയിൽ ആ രക്തം നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ മറ്റാളുകളെ സ്നേഹിക്കാൻ വേണ്ടി മനസ്സിലാക്കുക എന്നുള്ളതാണ്. ന്യായപ്രമാണം എന്നതാ പറയുന്നത്, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല. അപ്പൊ കൂട്ടുകാരനെ, ഞാനോ നിങ്ങളോട് പറയുന്ന കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കാം, ശത്രുവിനെ സ്നേഹിക്കാം, അങ്ങനെ നീ അവന്റെ മേൽ തീ കൊന്നിക്കും. അത് റോമാലേഖനത്തിലാണ് യേശു പറഞ്ഞത്. ഇങ്ങനെ പൂർത്തീകരിക്കാവുന്ന ഇപ്പം ന്യായപ്രമാണത്തെക്കാൾ മെച്ചമായ മാർഗമാണ് പറഞ്ഞത്. അതായത് സ്നേഹിക്കാന്നുള്ളതാണ്. ഈ ഒരു ആശയം എവിടെയില്ല, ന്യായപ്രമാണത്തിൽ ഇല്ല. അപ്പൊ ന്യായപ്രമാണത്തിന്റെ കർക്കശമായ നിലപാടിൽ നിന്ന് കൃപയുടെ ഉദാരമായ നിലപാടിലേക്ക് നമ്മൾ മാറുകയാണ്. ഓരോ വിശുദ്ധ കുർബാനയിലൂടെ മാറണം. അപ്പൊ അതാണ് നമ്മുടെ പാപമോചനം. നമ്മുടെ പാപമോചനം നമ്മുടെ ഉള്ളിൽ ന്യായപ്രമാണം ഇരിക്കുന്നിടത്തോളം നമ്മള് പാപത്തിലാണ്, നമ്മൾ പാപിയാണ്. അതായത് നമ്മുടെ ഉള്ളിൽ നിന്ന് ന്യായപ്രമാണം മാറി അവിടെ കൃപ വരുമ്പോഴാണ് നമുക്ക് ദൈവരാജ്യത്തിന്റെ അവകാശം പറ്റുന്നത്. അപ്പം പിന്നെ ഇവിടെ നമ്മള് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തില് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് 6-ാം അധ്യായത്തില്, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പോൾ ഈ നിത്യജീവൻ ഇല്ലാത്തവർക്ക് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കത്തില്ല. നിത്യജീവൻ ഇല്ലാത്തവര് ഉയർത്തെഴുന്നേറ്റിട്ട് പ്രയോജനം? ഈ മാംസവും രക്തവും അതായത് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിലൂടെയാണ് നമ്മളില് നിത്യജീവൻ ഉണ്ടാകുന്നത്. അപ്പൊ നിത്യജീവൻ ഇല്ലാത്ത, അതായത് ഇത് സ്വീകരിക്കാത്തവരും ഭക്ഷിക്കാത്തവരുമായ ആൾക്കാരിൽ നിത്യജീവൻ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അവർക്ക് നിത്യജീവൻ ഇല്ല, അവർ ഉയർക്കത്തില്ല. പറഞ്ഞത് എന്താണ് ഈ വിശുദ്ധ കുർബാന എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അമരത്വത്തിനുള്ള ഔഷധം എന്ന് വിശേഷിപ്പിക്കുകയാണ്, അല്ലേ? അപ്പൊ അത് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാലാണ് നാം ജീവനിലേക്ക് കടക്കുന്നത്. യോഹന്നാന്റെ ലേഖനത്തില് നമ്മൾ വായിച്ചു. അപ്പൊ ഈ നമ്മൾ വിശുദ്ധ കുർബാന വെക്കുന്ന ഗോതമ്പപ്പം ഈ സഹോദരനെ സ്നേഹിക്കാത്ത ഒരാൾ എല്ലാ ദിവസവും പോയി കഴിച്ചാൽ അയാൾക്ക് നിത്യജീവൻ ഉണ്ടാവുമോ? അപ്പൊ അതാ നമ്മുടെ തെറ്റിദ്ധാരണയാണ്. ഈ കുർബാന എന്ന അവിടെ വെക്കുന്ന എലമെന്റ്സ് നമ്മൾ പോയി ഭക്ഷിക്കുന്നത് കൊണ്ട് ആ ഒരു ഫിസിക്കൽ ആക്ടിലൂടെ നമുക്ക് ജീവനിലേക്ക് പോകാന്നുള്ളത് മൂഢതയാണ്. അതുകൊണ്ടാണ് തിന്നുന്നവനും കുടിക്കുന്നവനും ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് തന്നെ
അതുകൊണ്ടാണ് ഇത് ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുതേ, എന്നാലോ ഞങ്ങളുടെ ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ എന്ന് കുർബാന പറയുന്നുണ്ട്. അപ്പൊ ഇത് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരാം. എപ്പോഴാണ് അത് ശിക്ഷയ്ക്കും പ്രതികാരത്തിനായി തീരുന്നത്? അത് നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാക്കാതെ അത് കഴിക്കുന്നതിലൂടെ യാതൊരു പ്രയോജനമില്ല. എന്നാ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ പങ്കുവെച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലൂടെയാണ് കുർബാന അർത്ഥപൂർണമായി തീരുന്നത്. കുർബാന ഇപ്പൊ കൂടോത്രമായി മാറി എന്നുള്ളതാണ് പലയിടത്തും നമ്മൾ ഈ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ നടക്കുന്നത്. വിശുദ്ധ കുർബാനയിൽ നിയോഗം വെക്കുക എന്ന് പറയും. അത് ഭയങ്കര കൂടോത്രമല്ലേ, കൂടോത്രം പൊതിഞ്ഞു വെക്കുന്നതല്ലേ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു സ്ഥാപിച്ച ആ കുർബാനയുടെ സ്ഥാപനോദ്ദേശത്തെ പോലും അട്ടിമറിച്ചിട്ട് അതിനകത്ത് നിയോഗം വെച്ചോളാനാ പറയും. എന്നിട്ട് കുർബാന കൂടോത്രമായിട്ടാണ് ഇപ്പൊ പലരും നടത്തുന്നത്. പ്രത്യേകിച്ച് ധ്യാന കേന്ദ്രങ്ങള് ഈ യൂട്യൂബിൽ കാണുന്ന കുർബാനകളിൽ 90% കൂടോത്രമാണ്. ദാറ്റ് ഈസ് നോട്ട് കുർബാന. ഉദിഷ്ട കാര്യത്തിന് വേണ്ടി ഇവര് നടത്തുന്ന ഒരു കൂടോത്രം. അതൊന്നും ഒരിക്കലും ഈശോ സ്ഥാപിച്ച കുർബാന അല്ല കേട്ടോ. ആയിക്കോട്ടെ. ഓക്കെ, താങ്ക് യു വെരി മച്ച് പാസ്റ്റർ. ഹൃദയ ദൃഷ്ടിയെ തുറക്കാൻ പറ്റിച്ചത് ഒത്തിരി നന്ദി. ശിവച, ഞാന് ഈ ശിവചാന്റെ പല പ്രസംഗങ്ങളിലും അല്ല ഉപദേശങ്ങളിലും അതായത് പള്ളിയിലും ഒക്കെ കേട്ടിരിക്കുന്നത് നമ്മള് ക്രിസ്തുവിന്റെ സഹോദരൻ എന്ന നിലയിലാണ്. നമ്മളെ വിശുദ്ധ മാമോദീസയുടെ ശുശ്രൂഷയിലും അങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പം ഈ നമ്മുടെ നൈസിൻ ക്രീഡിലെ ദൈവത്തിന്റെ ഏകപുത്രൻ 2ാമത്തെ പാരഗ്രാഫിൽ അങ്ങനെ പറയുന്നല്ലോ, ദൈവത്തിന്റെ ഏകപുത്രൻ എന്ന്. അപ്പൊ അതൊരു കോൺട്രഡിക്ഷൻ ആണ്. നമ്മൾ എങ്ങനെയാ അപ്പൊ കർത്താവിന്റെ സഹോദരനാകുന്നത്? അതൊന്ന് വിശദീകരിക്കാമോ? നമ്മളും ദൈവമക്കളല്ലേ? തീർച്ചയായിട്ടും. യേശു ദൈവപുത്രനാകുമ്പോൾ നമ്മൾ യേശുവിന്റെ സഹോദരനല്ലേ? അതെ, പക്ഷെ പലരും ദൈവത്തെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ അപ്പ എന്നൊക്കെ വിളിക്കുന്നതിനെതിരായിട്ട് ശിവചാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളത് ആ പോയിന്റ് എങ്ങനെയാണ് സാധൂകരിക്കുന്നത്? അപ്പാന്ന് വിളിക്കാനല്ലേ, സഹോദരാന്ന് വിളിക്കാനല്ലേ ഞാൻ പറഞ്ഞു? അതെ, ആ അപ്പാന്ന് വിളിക്കുന്നവരോട് എന്താണ് പറയേണ്ടത്? അതിന്റെ മറുപടി എന്താണ്? അപ്പൊ ക്രിസ്തുവിനെ യേശു അപ്പാന്ന് യേശുവിനെ അപ്പാന്ന് വിളിക്കുന്നത് തനി തോന്നിയാസമല്ലേ? അതെ, അത് സഹോദരനാണെന്ന് പറയുന്നു. അറ്റ് ദ സെയിം ടൈം അതൊന്ന് ക്ലിയർ ആക്കി പറയാമോ? പക്ഷെ അത് സഹോദരനാണ്. ജീസസ് ഈസ് അവർ എൽഡസ്റ്റ് ബ്രദർ. നമ്മുടെ മൂത്ത ജ്യേഷ്ഠനാണ് യേശു. ദൈവശാസ്ത്രപരമായിട്ടും സഭാവിജ്ഞാനീയപരമായിട്ടും നമ്മുടെ ലിറ്റർജിയിലും എല്ലാം പറയുന്നത് ജീസസ് ഈസ് അവർ ബ്രദർ എന്നാണ്. മാമോയിസായാലും മശിഹായുടെ സഹോദരനായിട്ട് നിനക്ക് മാമോയിസ തരുന്നു എന്നാണ്. അത് മനസ്സിലാക്കാത്ത ആളുകളാണ് യേശുവിനെ അപ്പ എന്നൊക്കെ വിളിക്കുന്നത്, യേശു അപ്പാ എന്നൊക്കെ വിളിക്കുന്നത്. നമ്മുടെ മാനുഷികമായിട്ട് ചിന്തിച്ചാൽ അത് എന്തൊരു അപമാനകരമായ കാര്യമാണ്. ചേട്ടനെ കൊണ്ട് അമ്മയെ കെട്ടിക്കല്ലേ, ചേട്ടനെയാണോ അപ്പാന്ന് വിളിക്കുന്നത്? മോശമല്ലേ? അത് വിവരമില്ലാത്തവരാന്നേ. ഈ പെന്തക്കോസ്തുകാരെ സംബന്ധിച്ച് അവർക്ക് യാതൊരു ബോധമില്ല. അവരത് വിളിക്കുന്നത് ക്ഷമിക്കപ്പെടും, നീതീകരിക്കപ്പെടും. കാരണം ഒരു പെന്തക്കോസ്തുകാരൻ യേശുപ്പ എന്ന് വിളിച്ചാൽ അതിനകത്തൊന്നും ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. അതിനകത്ത് ആരും തെറ്റ് കാണുന്നില്ല. പക്ഷേ ഒരു യാക്കോബക്കാരനിരുന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവനിട്ട് നല്ല അടി കൊടുക്കണം. ഗ്ലോറിയസ് മൊമെന്റ്സ് കണ്ടതിന് നന്ദി.